സാധനം കണ്ടപ്പോഴേ ചേട്ടാ, ചേട്ടന്റെ പേരെന്താ? നസീർ. ഇതൊക്കെ ഒറിജിനൽ സാധനം തന്നെയാണോ ചേട്ടാ? ഒറിജിനലാണ്. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. എണ്ണം കഴിക്കട്ടോ? കഴിച്ചു. ബോധം കെട്ട് ഇവിടെ വീഴുവോ? ഇല്ല ഇല്ല. അപ്പൊ ചേട്ടന്റെ സൂപ്പർ സാധനമാണ്, സൂപ്പർ ക്വാളിറ്റി സ്ഥലം. പ്രജിൻ, കോമഡി ഷോയുടെ ഭാഷ പറഞ്ഞാല് ഇത് ഐറ്റം വേറെ അല്ല, ഐറ്റം വേറെ ടീമുണ്ട്. വേറെ ഉണ്ടോ? മറ്റേ ഒറിജിനൽ ഐറ്റം വേറെ. അപ്പൊ പൊടിയും കൊച്ചാട്ടന്റെ കട എങ്ങനെയുണ്ടോ? പൊടിയും കൊച്ചാട്ടൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇവരെ മൂന്നുപേരെ മനസ്സിലായോ? ഇവരാണ് അനുജ പൊടിയും കൊച്ചാട്ടന്റെ കടയിലൂടെ സൂപ്പർ ഹിറ്റായിരിക്കുന്നത്. ഇവർക്കിപ്പോ നിൽക്കാൻ സമയമില്ല. ഇവർ നിലത്തോടാതെ ഓടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഓടി എവിടെ ചെന്ന് നിൽക്കും? അല്ല, ഇങ്ങനെ ഓടി പോട്ടെ പ്രാർത്ഥിക്കുന്നത്. പൊടിയും കൊച്ചാട്ടന്റെ കട തുടങ്ങി. താങ്കളേതോ ഒരു കട തുടങ്ങി തുറന്നു? സാറേ, വനജ ടീച്ചറുടെ തയ്യക്കട. ആർക്കൊക്കെ തുണി തയ്ച്ചു കൊടുക്കുന്നത് വനജ ടീച്ചർ? എല്ലാവർക്കും തുണി തയ്ച്ചു കൊടുക്കും. നല്ല വരവുണ്ടോ? കസ്റ്റമേഴ്സ് ഉണ്ട്. താങ്കളും എല്ലാം തുടങ്ങിയോ? തുടങ്ങണം. ഇതും ഐറ്റം വേറെയാന്ന് എനിക്കറിയാം. തുടങ്ങുമോ? ഉടനെ തുടങ്ങും. ഒരു കട തുടങ്ങുന്നുണ്ട്. ആലോചന നടക്കാല്ലേ? ആലോചന നടക്കും. എനിക്ക് തോന്നുന്നു MDMA, കഞ്ചാവ്, ചരസ് ഇതൊന്നും വിൽക്കരുത്. ഇല്ല, അതൊന്നുമില്ല. ഇതാണ് അതിനെതിരായിട്ടുള്ള പ്രചാരണത്തിന് നല്ല ഡിഗ്രിയുടെ പേരാ MDMA. കൂടുതൽ പറഞ്ഞു പഠിക്കണ്ട. കൂടുതൽ പറഞ്ഞു പഠിച്ച് കുഴപ്പത്തിലാണ്. ചേട്ടാ, ഈ അടൂര് ഭയങ്കര പരാതിയാണ് ആൾക്കാർക്ക്. ഈ പെൺകുട്ടികൾ പഠിക്കുന്ന പള്ളിക്കൂടത്തിന്റെ വരാന്തയിലൊക്കെ ഇത് ഉണ്ടോ? ഇതിനാ ചേട്ടാ ഇങ്ങനെ നടക്കുന്നത്? ചേട്ടാ, ഇത് രണ്ടെണ്ണത്തിനെങ്കിലും പിടിച്ചു കൊടുക്കണ്ടേ പോലീസ്? പിടിച്ചു കൊടുക്കണം. സെക്യൂരിറ്റി ഇല്ലേ ചേട്ടൻ? നമ്മള് കടയിൽ നിൽക്കുവാണ്. കടയിൽ നിൽക്കുവായോണ്ടേ അവിടെ അങ്ങോട്ടും. അല്ല, കടയിൽ നിന്ന് ഇടയ്ക്ക് ചേട്ടനെ ഒരു പ്രാഥമിക കർമ്മത്തിന് പോകുന്ന വഴിക്ക് രണ്ടെണ്ണത്തിന് പിടിച്ച് പോലീസ് ഏൽപ്പിക്കും. ശരി, നോക്കാം സാറേ. ചേട്ടന്റെ ജീവൻ അപകടത്തിലുണ്ട്. ചേട്ടൻ ഒറ്റ ഫോൺ വിളിക്കുക 24ലേക്ക്. അതുകൊണ്ട് ചേട്ടന്റെ അപകടം കൂടും. ഓക്കെ. തട്ടികളെയോ? അങ്ങനെയൊന്നുമില്ല. ഇവിടെയുള്ള അങ്ങനെയുള്ള അത്രയും കരുത്തുള്ള ഒരു മാഫിയൊന്നും അപ്പൊ പൊടിയമ്പിള്ളയുടെ ചായക്കട, പൊടിയങ്കൊച്ചാട്ടന്റെ ചായക്കട അല്ലേ? പൊടിയങ്കൊച്ചാട്ടന്റെ ചായക്കട തുടങ്ങി അടൂരി രക്ഷപ്പെട്ടു പോയൊരു ചായക്കട മുതലാളിയാണിത്. കുറെ ആളുകളുണ്ട്. ഇപ്പൊ ആൾക്കാർ മോഹൻലാൽ വന്ന് ചായ കുടിച്ചോ അവിടെ? എന്ന് ഞാൻ കേട്ടു. മോഹൻലാൽ ഐറ്റം വേറെ അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ചായക്കട തുടങ്ങി? നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതായത് ഫ്ലവേഴ്സ് വന്നതിന് ശേഷമുള്ള ജീവിതത്തിലെ മാറ്റം എങ്ങനെയായി? ഒരുപാട് മാറ്റങ്ങളുണ്ട്. മാറ്റം ഉടുപ്പിന്റെ അല്ല മാറ്റം? അല്ലല്ല, അതല്ല. നമുക്ക് അത് തട്ടട തുടങ്ങാൻ പറ്റി. പിന്നെ അടൂര് 6 സെന്റ് സ്ഥലം വാങ്ങിച്ചു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. തുടങ്ങിയോ? ഇല്ല ഇല്ല. കൊച്ചാന്റെ കട മാറ്റിയിട്ട് ഇല്ല തുടങ്ങണം. താങ്കൾക്ക് എന്തൊക്കെ ഷേപ്പ് വ്യത്യാസം വന്നേ? ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി സാറേ. ആരാധകരൊക്കെ ആയോ? ഒരുപാട് ആരാധകരുണ്ട്. ജനങ്ങൾക്ക് വേറെ ഇതിലും വലുത് വരാനാണ്. പിന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ചേച്ചി ഇവരെ കണ്ടിട്ടുണ്ടോ? ഈ ഐറ്റം വേറെ എന്താ പേര്? ചിന്നമ്മയാണ്. ഓ, ഇതാണ് ചിന്നമ്മ അല്ലേ? നമുക്ക് ചിന്നമ്മയെന്ന് എനിക്ക് മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിനിയിപ്പോ കട എങ്ങനെയാ വളർത്താൻ പോകുന്നത്? ഇപ്പൊ നമ്മള് സെയിലൂടുണ്ട്, ചെറുതായിട്ട് സെയിലൂടുണ്ട്. പിന്നെ കച്ചവടം തയ്യലും ഉണ്ട്. അപ്പൊ അത് ഞാൻ ഫ്ലവേഴ്സ് വന്ന പിന്നെ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം. സ്പെഷ്യൽ ഐറ്റംസ് വല്ലതും ഉണ്ടോ? ഇത് ഐറ്റം വേറെ എന്ന് പറയുന്നത്? അല്ല, സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇലയപ്പമാണ് ഇപ്പം. ഇലയട. അതെ. പ്രത്യേകത വൈഫ് നോക്കി നടത്തുന്നത്. വൈഫ് ഒരു 7 മണിയാകുമ്പോൾ. നമുക്ക് ടൈം കിട്ടുന്നില്ലല്ലോ. ചേട്ടാ ലൈവ് പോയേട്ടാ, ഞാൻ കുത്തണോ? ചേട്ടൻ ഞാൻ ഒന്ന് കുത്തി. ചേട്ടൻ ഓണത്തിനിടെ പുട്ട് കച്ചവടം. ചേട്ടൻ ഈ കടയിൽ പോയിട്ട് ഒരു ഇലയുടെ വഞ്ചി ഞാൻ മോന്തയും കാണുന്നില്ല. വൈഫാണ് കട നോക്കി നടത്തുന്നത്. നമുക്കതിനുള്ള ടൈം കിട്ടാറില്ലല്ലോ. ഷൂട്ടും സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ആയിട്ട്. പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ ഉത്സവ സീസൺ ആയതുകൊണ്ട്. ഇല്ല, അത് 14-ാം തീയതി പോകും, അടുത്ത മാസം. തീർച്ചയായിട്ടും. ഇല്ല. അപ്പൊ നിങ്ങള് ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞു എന്താ പറയണ്ടേ? അല്ല, പ്രേക്ഷകർ എന്തോ ചെയ്യണ്ടേ? നിങ്ങൾ കടയൊക്കെ തുടങ്ങി, ജീവിതമൊക്കെ രക്ഷപ്പെട്ട് തുടങ്ങി, പച്ചപ്പൊക്കെ ആയി. അതെ. നമ്മുടെ അനുജ കണ്ടിട്ടുണ്ടോ? പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇപ്പം കേൾക്കാം. ഇപ്പൊ കേൾക്കാല്ലേ? അപ്പൊ എന്താ പറയുക? ഇനിയിപ്പോ അടുത്ത പരിപാടി എനിക്ക് നിങ്ങളുടെ കടയൊന്ന് സന്ദർശിക്കണമെന്നുണ്ടായിരുന്നു സാറേ. വളരെ സന്തോഷമായിരിക്കും സാറൊന്ന് വന്നാൽ. ഈ അടൂർ എവിടെയായിട്ട്? അടൂരല്ല, എന്റെ വീട് റാന്നിയിലാണ്. റാന്നിയിലാണോ ഈ കട? ചേച്ചിയുടെ തയ്യക്കട. ഇത് ഇവിടുന്ന് 12 കാര്യല്ലേ ഉള്ളൂ. ഫാദർ പ്ലീസ്, ഫാദർ ഹെൽപ്പ് ചെയ്താണ്. ഞാൻ ഹെൽപ്പ് ചെയ്തത് ഫാദർ. ജീവിതം വഴിയാതെ കളഞ്ഞു ഫാദർ. അറിയത്തില്ലേ? പിന്നെ ഇദ്ദേഹമാണ് വീട് നിർമ്മിച്ചു കൊടുത്ത ഉണ്ണി.
അല്ലേ? നമ്മൾ പറഞ്ഞിട്ട് വീട് നിർമ്മിച്ചു കൊടുക്കും. വസ്തും ശരിയായി കൊടുക്കും. ചേട്ടൻ പറഞ്ഞിട്ട് പ്രിയക്ക് വീട് വെച്ചു. എനിക്ക് മാത്രമല്ല, ഞാൻ റെഞ്ചു എന്നുള്ള പേരെന്റെ തലയിലുണ്ട്. ഇവിടെ കാണുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ സംഭവം ഞാനൊരു 50 കോമഡി ആർട്ടിസ്റ്റിനെ ലിസ്റ്റ് തരാം. അവർക്കെല്ലാം സ്ഥലം വാങ്ങിച്ചു കൊടുക്കണം. നടക്കണ കാര്യമല്ല, സാറിന് അറിയാലോ. അല്ല, ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ അടൂക്കാർക്ക് ഒരു പ്രത്യേകമാണ്, ഇവിടെ വരുന്നവരെ സ്വീകരിക്കാന്ന് പറഞ്ഞു. ആണോ? അപ്പൊ എന്റെ ഒരു ചെറിയ പൊന്നാട കൊണ്ടുവന്നിട്ടുണ്ട്. ഫാദർ ഒരു കാര്യം ചെയ്യൂ, നമ്മുടെ ഈ ജോർജ് സ്കൂളിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് കഞ്ചാവ് MDMA വിതരണക്കാരുണ്ടെന്ന്. സെന്റ് ജോർജ്. അപ്പൊ അത് പെൺകുട്ടിയുടെ സ്കൂളാണല്ലോ. അപ്പൊ അവിടെ അത് അനുവദിക്കാൻ പാടില്ല. ഫാദർ മരണം വരെ ഒരു ഉപവാസം അങ്ങ് പ്രഖ്യാപിച്ചാലോ? അല്ല ഞാൻ ചോദിക്കാം, ഫാദറിട്ട് പണിഞ്ഞാന്ന് തോന്നണ്ട, എന്നാലും എന്തെങ്കിലും സംഭവിച്ചു. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ സെന്റ് മേരി സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ തന്നെ. അതെന്താണ് ആ സ്കൂളിന്റെ വരാൻ? അടൂർക്കാർക്ക് അന്തസ്സുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കണം. സാറിന്റെ അനുവാദത്തോടെ ഒരു പൊന്നാട കാണിച്ചു. സൂപ്പർ ആയിരിക്കണം കേട്ടോ. ശരി സാറേ, ശരി സാറേ. ഇങ്ങനെ ഒരു നല്ല സ്കൂളൊക്കെ വെച്ച് കൊടുത്തതുണ്ടല്ലോ, വളരെ സന്തോഷം. ആയുസ് ഒരു 10 വർഷം കൂടും. അല്ല, അത്ര മതിയല്ലോ. അപ്പം ഫാദറെ, ആ സ്കൂളിന്റെ വരാന്തയിലുള്ള അവന്മാരുടെ പേരുകൾ കുറിച്ച് തരാന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് DGPയുടെ ഓഫീസിൽ ഇട്ട് കൊടുത്തേക്കാം. അപ്പൊ മാത്രമല്ല, ഈ അടൂരിലെ ആ സ്കൂൾ വരാന്തയിൽ നിൽക്കുന്ന എത്ര കിടി കുട്ടിയനായാലും നമുക്ക് നോക്കാം സാർ. ഉപവാസം പ്രഖ്യാപിക്കണ്ട, ചിലപ്പോൾ കാഞ്ഞു പോകും. അതുകൊണ്ട് അതൊന്നും പ്രഖ്യാപിക്കണ്ട. നിരാകാരം അനുഷ്ഠിച്ചാൽ ഒരു ദിവസം ഞാൻ നിരാകാരം അനുഷ്ഠിക്കുന്ന പ്രതീകാത്മകമായിട്ട് അതിനുവേണ്ടി ഫാദറിന് ഇടയ്ക്കിടയ്ക്ക് മോരുവെള്ളം കൊണ്ടുപോയി കുടിക്കാനായിട്ട് ഒരു കപ്പ് ഇരിക്കണം. അപ്പൊ അവിടെ ഫാദറെ, ആ നിരാകാരം, ഫാദറിന്റെ ഒരു ദിവസം നിരാകാരം കൊണ്ട് ഈ ചേട്ടന്മാര് സ്ഥലം വിടും. ഞാൻ ആലോചിച്ചിട്ട് ഉറപ്പായിട്ട് നിരാഹാരം. അതല്ല, ഡേറ്റ് പറയണമല്ലോ. നല്ല സൗകര്യമായിട്ട് ഫാദറിന് തിരക്ക് ഒഴിഞ്ഞ ദിവസം മതി. ഒരു ദിവസം ഇവിടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് ഒരു നിരാഹാരം. അതായത് ഈ സ്കൂളിന്റെ വരാന്തയിലുള്ള ആളുകൾ സ്ഥലം വിടണം. ഓക്കെ, ഉറപ്പാണല്ലോ ഫാദറെ? ഞാൻ വിശ്വസിക്കല്ലോ. മാത്രമല്ല, നമ്മുടെ പത്തനംതിട്ട റിപ്പോർട്ടർ എന്നത് ലൈവായിട്ട് ടെലികാസ്റ്റ്. ഓക്കെ അല്ലേ? ഫാദറെ വിടണം. കേരളത്തിൽ നിന്ന് പോകണം. ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വേണം. നമ്മുടെ പിള്ളേരിലേക്ക് ആവശ്യമായി പോകുന്നത്. നമ്മൾ അതിനായിട്ട് ഇറങ്ങിയല്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ഈ പണികളൊന്നും ഇങ്ങനെ ഇറങ്ങുന്നത്? പൊടിമളച്ചാണ്ട കടക്കാരെ, നിങ്ങളുടെ നല്ല സമയമായി ഇതൊക്കെ ഇട്ടിട്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ പൊടിമളച്ചാണ്ട കടയിൽ പോട്ടോ. മനോജ ടീച്ചറെ തൈക്കട നടക്കട്ടെ. ഓക്കെ. അപ്പോൾ താങ്കളൊരു കട തുടങ്ങും. എന്തെങ്കിലും ഒരു താങ്കളുടെ കടയ്ക്ക് ഒരു പേരിടാം കേട്ടോ. മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ഫ്രണ്ട്സ്. അല്ല, എളുപ്പമുള്ള സംഭവം. അവർക്കൊന്നും പറയാനുമില്ല. മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ഫ്രണ്ട്സ്. കൂടുതൽ സൂപ്പർ സ്റ്റാർ കിടക്കുന്നത് നമ്മുടെ പ്രേക്ഷകരെ പൊടിയൻകൊച്ചാന്റെ കട എല്ലാവരെയും സാക്ഷിയാക്കി മുന്നിൽ തന്നെ വെച്ചേക്കണത്. ഞാൻ വന്ന് നോക്കും. ഓക്കെ എന്ന് വീട്ടിൽ കൊണ്ട് വെക്കരുത്. ശരി, ഓക്കെ, റെഡി. നമുക്കപ്പോ ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. ചേച്ചി കുറേ സമയമായിട്ട് വെയിറ്റ് ചെയ്യാം. പാവം ചേച്ചി, ക്യാമറ ചേച്ചി തിരിഞ്ഞിക്കണ്ട. പരിപാടി ഞങ്ങൾ കാണാറുണ്ട്. ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ചേച്ചി എവിടെയാ? ഇവിടെ പന്നിവില. ചേച്ചി സുഖമായിരിക്കുന്നു? ചേച്ചി, നമ്മുടെ അച്ഛനെ ഒരു നിരാകാരം അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ സ്കൂളിന്റെ വരാന്തയിൽ. അന്ന് ചേച്ചി ഇവിടെ പോകണം. ചേച്ചി 2 മണിക്കൂർ ഇരിക്കണം അവിടെ കേട്ടോ. എന്നിട്ടാണോ ചേച്ചി ഒന്ന് പറയാൻ അതിനെ കുറിച്ച്? അവിടെ ആള് പറയുന്നത് ശരിയാണോ? അതിനെപ്പറ്റി അറിയത്തില്ല. ചേച്ചി ധൈര്യമില്ലല്ലോ അതൊക്കെ പറയാനായിട്ട്. അടൂരുകാരെങ്ങനെ പേടിക്കുവോ ആരെങ്കിലും? ഇല്ല. ഓക്കെ, അപ്പൊ ആയിക്കോട്ടെ. എങ്ങോട്ട് പോകുന്നു? കപ്പുണ്ടോ? ഓ, കപ്പും കൂടെ ഉണ്ടല്ലോ. ഈ കപ്പ് വാങ്ങിക്കാൻ വന്നാണോ? അപ്പൊ ഓക്കെ, താങ്ക് യു. കപ്പ് കിട്ടി, സന്തോഷമായി. അപ്പൊ നിങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങള് കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇവള് ഹാൻഡ്ബോൾ സ്റ്റേറ്റ് വരെ മത്സരിച്ച ആളാ, ഫുട്ബോളറാ. ഞങ്ങള് വണ്ടി വിളിച്ചിപ്പോ വന്നതേ ഉള്ളു ഇങ്ങോട്ട് കാണാന്. ഞങ്ങള് തെങ്ങമ്മത്തുനിന്ന്. സാറ് പറഞ്ഞില്ലേ ഞങ്ങളെ എല്ലാ വഴിയും വരത്തില്ല, ഞങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരണോന്ന് പറഞ്ഞില്ലേ? അതിന് എളുപ്പം വന്നതാ. ഇല്ല, കുഴപ്പമില്ല. എന്റെ മോക്ക് ഒരു കപ്പ്. വണ്ടി പിടിച്ചു വന്നല്ലേ? വീഡിയോ ഇതൊന്ന് മാറ്റി എന്നാലേ എന്റെ മൂന്ന് കാണാൻ പറ്റൂ. ഓക്കെ, അപ്പൊ നന്നായി. ഒരു കപ്പെടുക്കൂ. എന്താ പേര്? ഗായത്രി പ്രസാദ്. മോളെ സ്കൂളിൽ പഠിക്കാണോ? ഏത് സ്കൂളിലാ? പള്ളിക്ക് സ്കൂളിൽ. അവിടെയൊക്കെ ഉണ്ടോ മോളെ ഈ കഞ്ചാവ് കക്ഷികളൊക്കെ? ഇല്ല. ആൻമോളത്തോരല്ലേ മോള്? അപ്പൊ ഇതിട്ട് മോള് ഒരു ദിവസം കളിച്ചാലും മതി. മോളെ സ്കൂളിന്റെ വരാന്തയിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ വരാന്തയിൽ കഞ്ചാവ്, ചരസ്, MDMA ഇങ്ങനെയുള്ള ഇത്യാദി സാധനങ്ങളുമായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ
അടിച്ചോടിച്ചേക്കണം കേട്ടോ. അല്ല, ഒന്നും പള്ളിക്ക് നോക്കില്ല. സ്കൂൾ അതിനൊക്കെ എതിരെ എല്ലാരും നല്ല ഇതായിട്ടാ ഒന്നിച്ചാ നിൽക്കുന്നത്. രക്ഷകർത്ത സമയം PTA എല്ലാം യാത്ര നടത്തുക, യാത്രക്കിടയിൽ നമ്മൾ ചൂല് കയ്യിലെടുക്കണമെന്നാണ് പറയുന്നത്. ആളെ അടിക്കാൻ വേണ്ടിയല്ല, ഒന്ന് വരളാൻ വേണ്ടി കേട്ടോ. ഓക്കെ.